നമസ്കാരം. മോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിദേശകാര്യ പാർലമെന്റ് കാര്യ സഹമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന ജോർജ് കുര്യൻ രാജിവെക്കുന്നു, മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേരളം കാണുന്നത്. കാരണം നമ്മൾ മലയാളികളാണ്. മലയാളികൾക്ക് അഭിമാനമായ ഒരാൾ കേന്ദ്രമന്ത്രിസഭയിൽ അലങ്കരിച്ചിരുന്നു, ഈ രാജ്യം ഭരിച്ചിരുന്നു എന്ന് ചിലരൊക്കെ മറന്നുപോയിരുന്നു എന്ന് തോന്നുന്നു. അവർക്കൊരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യത്തിൽ ജോർജ് കുര്യന്റെ രാജി താങ്ങാവുന്നതിനപ്പുറമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ 2 വർഷമായിട്ട് 2024 മുതൽ 2026 വരെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള സമാനതകളില്ലാത്ത വികസന വിപ്ലവത്തിന്റെ അധ്യായങ്ങൾക്കാണ് ഇതോടെ പെട്ടെന്ന് തിരശ്ശീല വീണു പോകുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയിലെ സമസ്ത മേഖലകളിലെയും ജനങ്ങൾ ഈ വാർത്ത കേട്ട് കണ്ണീരൊഴുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TV ചാനലുകളൊക്കെ കുര്യൻ സാറ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും കുറഞ്ഞ കാലയളവ് കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ജനനായകനായി മാറിയ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയുടെ പെട്ടെന്നുള്ള പടിയിറക്കം രാജ്യത്തിന്റെ വികസന കുതിപ്പിന് നികത്താനാവാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വികസനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ഇദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നിലനിന്നിരുന്ന കഴിഞ്ഞ 2 വർഷം. കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ തീരുന്നതല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോ മീറ്ററിലും അദ്ദേഹത്തിന്റെ അടയാളങ്ങളുണ്ട്. കേരയിൽ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെയുള്ള പദ്ധതികൾ ഇത്രയും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയതിന് പിന്നിലെ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ പോലും ഹൈവേകളായി മാറിയതിന് പിന്നിലൊക്കെ ഇദ്ദേഹം അഹോരാത്രം പണിയെടുത്തതും ഒരു അദൃശ്യ ഹസ്തമായി നിലനിന്നിരുന്നു നമുക്കറിയാം. ഇത് ആർക്കാണ് അറിയാത്തത് എന്നാണ് ഇപ്പോൾ സത്യത്തിൽ സന്ദേഹം. കേരളത്തിന് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ശുഷ്കാന്തിയും കരുതലുമാണ് മലയാളിക്ക് ഇനി നഷ്ടമാകാൻ പോകുന്നത്. ഒരു ജനപ്രതിനിധി വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിന് കേരളം കണ്ട ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ, എന്തിന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ജോർജ് കുര്യൻ എന്ന പേര് വികസനത്തിന്റെ ഒരു മറുപേരാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യൻ ജനത ഇദ്ദേഹത്തിന്റെ ഭരണപാടവത്തിന്റെ ഗുണഭോക്താക്കളാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഈ ജോർജ് സാർ കാണിച്ചിട്ടുള്ള, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ലോകരാഷ്ട്രങ്ങൾ പോലും മാതൃകയാക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് അമേരിക്കയുടെ പോലും കണ്ണു മഞ്ഞളിച്ചിട്ടുണ്ടായിരുന്നു. വിദേശകാര്യ വകുപ്പിലിരുന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ കാരണം ആഗോളതലത്തില് ഭാരതത്തിന്റെ അന്തസ് വാനോളം ഉയർന്നതാണ് കഴിഞ്ഞ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എവിടെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ത്യയുടെ ശബ്ദമായി ഇദ്ദേഹം മുന്നിൽ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ സമസ്ത മേഖലകളെയും ഒരുപോലെ സ്പർശിച്ച വികസനം കൊണ്ട് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു എന്നാണ് ചാനലുകൾ ഇന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ, അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ ഒറ്റ ഫയല് പോലും ചുവപ്പ് നാടയിൽ കുടുങ്ങിയിട്ടില്ല. എന്ന് മാത്രമല്ല, പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പടിയിറക്കം വാർത്തകളിൽ നിറയുമ്പോൾ ഇന്ത്യയിലെ കർഷകരും കർഷക തൊഴിലാളികളും യുവാക്കളും അടങ്ങുന്ന സാധാരണ ജനങ്ങൾ നെഞ്ചു പൊട്ടിക്കരയുന്നത്. വികസനത്തിന്റെ ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ആ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ ഓരോ ഭാരതീയന്റെയും കണ്ണീരിന് പിന്നിൽ. ഇത്രയും വലിയൊരു വികസന നായകൻ പെട്ടെന്ന് സ്ഥാനം രാജിവെച്ചൊഴിയുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്നു മാത്രം, ഇനി ആര്? പിണറായി സഖാവ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദിച്ച പോലെ LDF അല്ലാതെ മറ്റാര് എന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ കുര്യനല്ലാതെ മറ്റാര് എന്ന്. ആരാണ് ഇനി ഇതുപോലെ രാജ്യത്തെ നയിക്കുക എന്ന്? ഇത്രയും വലിയ കർമ്മയോഗിയായ ഒരു മന്ത്രിയെ ഇനി എന്നാണ് ഭാരതത്തിന് ലഭിക്കുക എന്ന് മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങളുടെ പട്ടികകൾ ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. ഏതായാലും പദവികൾ ഒഴിഞ്ഞാലും ജോർജ് കുര്യൻ എന്ന ഇന്ത്യയുടെ ഭരണാധികാരി ഭാരതീയരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വികസനത്തിന്റെ ആഴമേറിയ അടയാളങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകില്ല എന്ന് ഉറപ്പാണ്. അത് ജനം സ്മരിക്കുക തന്നെ ചെയ്യും. സർവോപരി അദ്ദേഹം മന്ത്രിസഭയിൽ ഇരുന്ന കാലം കേരളത്തിലെ ഓരോ ജനവും 3.5 കോടി ജനങ്ങൾ മുഴുവനും അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നു എന്ന ഓർമ്മ പുതുക്കിയാണ് ഓരോ ദിവസവും ഇവിടെ ചെലവഴിച്ചിരുന്നത്. കാരണം അത്രത്തോളം വികസന പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ജനങ്ങൾ, ഈ 3.5 കോടി ജനങ്ങളുടെ മനസ്സിൽ പതിയുന്ന വിധത്തിൽ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും കാഴ്ചവെച്ചിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അതിന്റെ നന്ദിയും കടപ്പാടും ഭാരതത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ടാവും. Different angles. Don't forget to subscribe and support this channel.